ഹലോ കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹാൾ ഡീപ്പ് ക്ലീനിങ് വീഡിയോ ആണ്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇതിൽ നമ്മൾ കുറച്ച് ടിപ്സൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മുടെ ഡൈനിങ് ടേബിളാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനിതാ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. നല്ല സ്മെല്ലൊക്കെ ഉള്ളൊരു ലിക്വിഡാണ് ഇത്. ഫ്ലോർ ക്ലീനിങ്ങിനും പിന്നെ സിങ്ക് കഴുകാനും വാഷ് ബേസ് കഴുകാനും പിന്നെ ബാത്റൂമിൽ സ്മെല്ലിനായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ലിക്വിഡാണിത്. അപ്പോൾ അത് ഏതാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഡൈനിങ് ടേബിളിൻ്റെ മോൾ ഭാഗമൊക്കെ ക്ലീൻ ചെയ്തു. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കാം. നമ്മളെപ്പോഴും അല്ലാതെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ മോൾ ഭാഗം മാത്രം ഒന്ന് തുടയ്ക്കുള്ളൂ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട്. പക്ഷേ നമ്മൾ ഇടയ്ക്ക് മാസത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. ഇതിൻ്റെ സൈഡ് ഭാഗത്തും അതുപോലെ അതിൻ്റെ കാലുകളിലൊക്കെ പൊടിയൊക്കെ ഉണ്ടാവും. പിന്നെ അടിഭാഗത്താണെങ്കിൽ ചുക്ലി വലയൊക്കെ കെട്ടിയിട്ടുണ്ടാവും. അപ്പം ഞാൻ സൈഡ് ഭാഗത്ത് തുടച്ചു കഴിഞ്ഞ് നാല് കാലുകളും ഒക്കെ തുടച്ചൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടിഭാഗം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അടിഭാഗത്ത് പൊടികളും അതുപോലെ ചുക്ലി വലകളൊക്കെ വന്നിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഒന്ന് തുടച്ചു കൊടുത്ത് കഴിയുമ്പോൾ അതൊക്കെ നല്ല ക്ലീനായിട്ട് ഇരുന്നോളും. അങ്ങനെ നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ ക്ലീനിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഇതിൻ്റെ ചെയർ 6 ചെയറാണ് ഇതിനുള്ളത്. 2 റൂമിലാണ് കിടക്കുന്നത്, ബാക്കി 4 ഇവിടെ ഉള്ളത്. അപ്പം നമുക്ക് ആ 4 ചെയർ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ഡീപ്പ് ക്ലീനിങ്ങിനുള്ള സൊല്യൂഷൻ. നമ്മൾ ക്ലീനിങ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ലിക്വിഡ് എന്ന് പറയുന്നത് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റും. നല്ല സ്മെല്ലും പതയൊക്കെ ഉള്ള നല്ല അടിപൊളി ലിക്വിഡ്. അതിന് 80 രൂപയും കണ്ടുള്ളൂ. ഞാൻ ഇതിന് കുറച്ചെടുത്തിട്ട് ഒരു വെള്ളത്തിലേക്ക് ഡയല്യൂട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇതെല്ലാം ക്ലീൻ ചെയ്യാൻ എടുക്കുന്നത്. അപ്പം ഞാൻ ഇതിന് 80 രൂപ അങ്ങനെ എന്തോ ഉള്ളൂ. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് മേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലിക്വിഡാണിത്. നല്ല സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഞാൻ കസേര എല്ലാം ഇതേപോലെ തന്നെ ചെയറൊക്കെ നമ്മൾ മാസത്തിൽ ഒരിക്കലൊന്ന് ഇതേപോലെ മൊത്തത്തിലൊക്കെ ഒന്ന് ഹാളും റൂമുകളും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് വളരെ നല്ലതാണ്. പൊടിയും അഴുക്കെല്ലാം ഉള്ളത് നമുക്ക് കളയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു സ്മെല്ലൊക്കെ ഉള്ള എന്തെങ്കിലും ലിക്വിഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പം ഞാൻ കിച്ചൺ ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തൊരൊന്ന് കണ്ടു നോക്കണം. പിന്നെ അതുപോലെ നമുക്ക് എന്തെങ്കിലും അറേഞ്ച് ചെയ്ത് വെക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാനൊക്കെ ഉള്ളത് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ അങ്ങനെ ചെയറും ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളത് നമ്മുടെ സോഫയാണ്. നമുക്ക് ഈ ഒരു സോഫയാണുള്ളത്. അപ്പം ഞാൻ സോഫയെല്ലാം ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. സോഫേൻ്റെ സൈഡും അടിഭാഗവും അതുപോലെ അതിൻ്റെ ഇടയിലൊക്കെ എന്തെങ്കിലുമൊക്കെ കുട്ടികളൊക്കെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ അതൊക്കെ കയറിയിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ സോഫ നമുക്കത് അവിടെ ഇങ്ങനെ നീക്കിയിട്ട് അതിൻ്റെ ഇടഭാഗത്ത് എന്തെങ്കിലും വീണ് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ തുടച്ചു കൊടുത്തു കഴിയുമ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ട് അതെല്ലാം പോയിക്കോളും. അപ്പോൾ ഞാനതിൻ്റെ സൈഡും അടിഭാഗവും പിന്നെ അതുപോലെ തന്നെ ഇനി അതിൻ്റെ പുറകുവശം 2 സൈഡ് ഭാഗവും പുറകുവശമൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സോഫ നമ്മളിത് സൈഡ് ഭാഗമൊക്കെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഞാൻ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ എന്തെങ്കിലും വെള്ളമോ പാലോ ചായ കുടിക്കാൻ അതിൻ്റെ സൈഡിലേക്കൊക്കെ മറയുവാണെങ്കിൽ അതിൻ്റെ ഒരു ബാഡ് സ്മെല്ലും പിന്നെ അങ്ങനെ എന്തെങ്കിലും ഫുഡൊക്കെ ഇങ്ങനെ അഴുകിയിരിക്കുന്നുണ്ട് അതൊക്കെ ഇതിച്ച് തുടച്ച് കഴിയുമ്പോൾ തന്നെ സ്മെല്ലും അതുപോലെ നല്ല ക്ലീനായിട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ സോഫയും നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് TV-യുടെ ഇത് കുട്ടികളുടെ സ്റ്റഡി ടേബിളാണ്. ഒരു 4 ഡ്രോയൊക്കെയുള്ള സ്റ്റഡി ടേബിളാണ്. അപ്പം TV ആണ് നമ്മളൊന്ന് തുടച്ചു കൊടുക്കുന്നത്. TV-ൻ്റെ പുറകുവശത്തും ഇതുപോലെ നിറച്ചും പൊടി ഉണ്ടാവും. ഇടയ്ക്ക് TV പിന്നെ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ TV തുടച്ചു കൊടുക്കാറുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് ഷോക്ക് അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആരും മറന്നു പോയത് സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് അപ്പോൾ പൊടികളൊക്കെ പോയി നല്ല ക്ലീനായിട്ട് കിട്ടും. പിന്നെ ഞാൻ ഈ സ്റ്റഡി ടേബിളൊക്കെ നന്നായിട്ട് തുടച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് 4 ഡ്രോയിൽ നമ്മളിങ്ങനെ കുട്ടികളുടെ പഠിക്കാനുള്ള ബുക്കുകളല്ല വെച്ചേക്കുന്നത്. ഇങ്ങനെ ഈ സ്റ്റോറി ബുക്സ് അങ്ങനെയൊക്കെയുള്ള കളറിങ് ബുക്സ് അങ്ങനത്തെ ബുക്കുകളൊക്കെയാണ് കേട്ടോ വെച്ചേക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഇടയ്ക്കൊന്ന് തുടച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ ഇതിന് ഈ തട്ടിലൊക്കെ നല്ല പൊടി പിടിച്ചിരിക്കാറുണ്ട്. അപ്പം ഞാൻ കുറച്ചായതുകൊണ്ട് ഇതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് അതുകൊണ്ട് അധികം പൊടിയില്ല. നമ്മൾ ഇടയ്ക്കൊന്ന് ഇത് കുറേശ്ശെ നമ്മൾ ക്ലീൻ ചെയ്ത് ഇപ്പം TV-യുടെ ഒരു ഭാഗം അല്ലെങ്കിൽ സോഫ അല്ലെങ്കിൽ ടേബിള് ചെയർ അങ്ങനെയൊക്കെ ഓരോന്ന് ആയിട്ടാണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിട്ടും വരില്ല. പിന്നെ നമുക്ക് ഭയങ്കര അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പൊടിയൊക്കെ ഭയങ്കരമായിട്ട് പിടിച്ചിരിക്കുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനിതിപ്പോൾ ഇതുപോലെ ഈ ഹാള് ക്ലീൻ ചെയ്യുന്ന 2-3 ദിവസം കൊണ്ടാണ് കേട്ടോ ക്ലീൻ ചെയ്തേക്കുന്നത്.
ജനലൊക്കെ ഒരു ദിവസം തുടച്ചു. അതുപോലെ സ്റ്റഡി ടേബിളൊക്കെ ഒരു ദിവസം ക്ലീൻ ചെയ്തു. അതിൻ്റെ ഉൾഭാഗത്തുള്ള പൊടികളും ബുക്കുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു. അതുപോലെ സോഫയൊക്കെ ഒരു ദിവസം തുടച്ചു. ടേബിളൊക്കെ ഒരു ദിവസം ക്ലീൻ ചെയ്ത് കൊടുത്തു. അങ്ങനെ ഞാൻ 2-3 ദിവസം കൊണ്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നാലേ നമുക്ക് അതുപോലെ പെട്ടെന്ന് ചെറപറോന്ന് പെട്ടെന്ന് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്നും തുടച്ചെടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ 2-3 ദിവസം കൊണ്ടൊക്കെ അങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്താൽ നമുക്ക് നന്നായിട്ട് അതൊന്ന് മടുപ്പ് കൂടാതെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ടേബിളിൻ്റെ ആ മൊത്തത്തിലുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് തുടച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ ഡ്രോയിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് തുടച്ച് അതിനകത്തുള്ള ബുക്കുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇപ്പോൾ ബുക്കുകളൊക്കെ ഇതാ കണ്ടോ, കുറേ വാരി വലിച്ചതിൻ്റെ ഉള്ളിൽ ഒരു ഓർഡർ ഇല്ലാതെ കിടക്കുന്നുണ്ട്. അതുപോലെ ബുക്കുകളൊക്കെ നമ്മൾ കുറച്ച് ദിവസം എടുത്തില്ലെങ്കിൽ തന്നെ പൊടി പിടിക്കും. പിന്നെ അതിൻ്റെ ഉള്ളിൽ അതുപോലെ തന്നെ വല്ല പേപ്പറുകളോ അതൊക്കെ വീണ് കിടക്കുന്നുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് മാറ്റി ഇതൊക്കെ ഒന്ന് ഓർഡർ ചെയ്ത് ബുക്കുകളൊക്കെ ഒന്ന് തുടച്ചൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും നമുക്ക്. ബുക്കുകളൊക്കെ ആണെങ്കിലും കുറച്ച് ദിവസം ഇരിക്കുമ്പോൾ നല്ല പൊടി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചു. അടുക്കി പെറുക്കി ബുക്കൊക്കെ തുടച്ച് നന്നായിട്ടിത് ഓർഗനൈസ് ചെയ്ത് അതിനുള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ 4 ഡ്രോയും ഞാൻ അതുപോലെ തന്നെ ഓർഗനൈസ് ചെയ്ത് ഡ്രോയൊക്കെ തുടച്ച് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ബുക്കുള്ള പൊടികളും അതെല്ലാം പോയിക്കോളും. പിന്നെ നല്ല ക്ലീൻ ആയിട്ട് ഇരുന്നോളും. അപ്പോൾ ഇടയ്ക്ക് മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മളിങ്ങനെ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. ഓരോ ദിവസം എന്തെങ്കിലും ഒരു ലിസ്റ്റ് പോലെ ഉണ്ടാക്കിയിട്ട് നമ്മളങ്ങനെ ഓരോരോ ഭാഗങ്ങളായിട്ട് നമ്മളങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമുക്കും ഭാരമായിട്ട് തോന്നില്ല, പൊടികളും ഉണ്ടാവില്ല. എല്ലാം ഓർഡറിൽ അറേഞ്ച് ചെയ്ത് ഇരിക്കുകയും ചെയ്തോളും. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കിയോളൂ, ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാം ഒരു ഓർഡറിൽ നല്ല അറേഞ്ച് ചെയ്ത് നമുക്ക് ചെയ്യാനും പറ്റും. ഇതിലൊക്കെ മോളുടെ ചെറിയ ആളുടെ ഡ്രോയിങ് ബുക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ അതൊക്കെ ഒന്നെടുത്ത് ഓർഡർ ചെയ്ത് വെച്ചു. മറ്റേതിലിങ്ങനെ ഈ സ്റ്റോറി ബുക്സുകളൊക്കെ ആയിരുന്നു അപ്പുറത്തെ ഡ്രോയിലുണ്ടായിരുന്നത്. അതൊക്കെ എല്ലാം തുടച്ച് ഒതുക്കി. പിന്നെ കുട്ടികളൊക്കെ എടുക്കുമ്പോഴാണെങ്കിൽ ഇങ്ങനെ വാരി വലിച്ചിടും. അതുപോലെ പേപ്പറിൻ്റെ വല്ല കഷ്ണങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ലിക്വിഡ് ഉപയോഗിച്ചൊക്കെ തുടച്ചൊക്കെ ഇതാക്കുകയാണെങ്കിൽ വല്ല പാറ്റയോ പല്ലിയോ അല്ലെങ്കിലൊക്കെ കയറിയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്തില്ല ഈ പാറ്റയും പല്ലിയൊക്കെ പെരുകി അല്ലെങ്കിൽ മുട്ടയിട്ട് അങ്ങനെ വളർന്നു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് ഇങ്ങനെ നല്ല സ്മെല്ലൊക്കെ ലോഷനൊക്കെ ഉപയോഗിച്ച് തുടച്ച് എല്ലാം ബുക്കുകളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ പാറ്റ പല്ലി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇല്ലാതെ എല്ലാം പോയിക്കോളും. അപ്പം അങ്ങനെ നമ്മളിതെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ജനലുകളും ഒക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പം ഞാനിതാ 3 റോ ചെയ്ത് 4ാമത്തെ റോയാണ്. 4ാമത്തെ റോയിലെയും ബുക്കുകളൊക്കെ ഒന്ന് തുടച്ച് ഓർഡർ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമ്മൾ ജനലുകളൊക്കെ ഒന്ന് നമുക്ക് തുടച്ചെടുക്കണം. ജനലുകളാണെങ്കിലും ഞാൻ ഈ ലിക്വിഡ് ഒരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ജനലുകളൊക്കെ ജനൽ പാളികളും കമ്പികളും ഒക്കെ ഞാൻ ഈ ലിക്വിഡ് ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. ഉൾവശവും നമുക്ക് ഈ TV ഒക്കെ ഉള്ള ആ സൈഡിലും പിന്നെ സോഫയുടെ ആ സൈഡിലും അങ്ങനെ 2 സ്ഥലത്താണ് നമ്മൾ ഹാളിൽ ജനലുള്ളത്. അപ്പം ഞാൻ ഉൾഭാഗമൊക്കെ ഒന്ന് ഈ ലിക്വിഡ് ഉപയോഗിച്ച് നല്ലോണം തുടച്ചു കൊടുത്തതിന് ശേഷം പുറത്ത് പോയിട്ട് ജനൽ പാളികളും അതുപോലെ അതിൻ്റെ ജനലിൻ്റെ ഗ്ലാസും ഒക്കെ ഞാൻ നല്ലോണം ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ജനലുകളൊക്കെ നമ്മളിതാ ഇവിടുത്തെ തുടച്ചു കഴിഞ്ഞു. പിന്നെ ഇനി നമുക്ക് പുറത്ത് പോയിട്ട് ഒക്കെ ഒന്ന് തുടച്ചെടുക്കണം. പിന്നെ ഞാൻ കർട്ടൻ എന്താണെന്ന് വിചാരിച്ചാൽ നമുക്ക് ഹാളിലും 2 റൂമിലാണ് കർട്ടൻ ഉള്ളത്. അപ്പം നമുക്ക് കർട്ടൻ എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് അലക്കാം. മെഷീനിൽ ആണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പം ഒറ്റയായിട്ട് ഇട്ടുമ്പം കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ കുറേ പ്രാവശ്യമായിട്ട് വെറുതെ അലക്കി കറണ്ട് ബില്ല് കൂട്ടുണ്ടല്ലോ. അപ്പം ഞാൻ ഇതെല്ലാം തുടച്ചിട്ട് ലാസ്റ്റ് ഒരുമിച്ച് കർട്ടൻ ഇടാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഭാഗത്ത് ജനലൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് ഇതാ പുറം ഭാഗം തുടയ്ക്കുകയാണ്. പുറം ഭാഗം അതുപോലെ തന്നെ ഇതാ പിന്നെ അതിൻ്റെ ഗ്ലാസ്സുകളും ജനൽ പാളികളും അതൊക്കെ നമ്മളൊന്ന് നല്ലോണം ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് തുടച്ച് കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് വാതിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മളെ ഫ്രണ്ടിൽ ഒരു ഡോറില്ലേ, ആ ഡോറ് നമുക്കൊന്ന് ഇതേപോലെ ഈ ലിക്വിഡ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കണം. ഇനി ഇപ്പം ഞാൻ ജനലൊക്കെ നല്ലോണം ജനൽ പാളികളും ഇതൊക്കെ ഒന്ന് നല്ലോണം തുടച്ച് ക്ലീനാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് തുടച്ച്, ഞാനിപ്പോൾ കുറച്ചായതുള്ളൂ തുടച്ചിട്ട്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഞാനിങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം എല്ലാം വേണ്ടാത്തൊക്കെ കളയും. അതുപോലെ ഞാൻ ചാക്ക് വെച്ചിട്ട് വേണ്ടാത്ത സാധനങ്ങൾ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടാത്ത കുറേ സാധനങ്ങളുണ്ടാവും. നമ്മൾ എന്തെങ്കിലും കുപ്പികളോ അല്ലെങ്കിൽ വേണ്ടാത്ത എന്തെങ്കിലുമൊക്കെ പേപ്പറുകളോ എന്തെങ്കിലുമൊക്കെ നമുക്കിങ്ങനെ ഒഴിവാക്കാനുള്ളതും ഇതിൻ്റെ കൂടെ കിട്ടും. അപ്പം നമ്മളിങ്ങനെ ക്ലീൻ ചെയ്ത് കൂടുതൽ ഒരു ചാക്ക് വെച്ചിട്ട് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ അപ്പം ഒഴിവാക്കി കൊടുക്കുക. അങ്ങനെ മാസത്തിൽ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടാത്ത സാധനങ്ങളൊക്കെ നമുക്ക് അങ്ങനെ ഒന്ന് ഒഴിവാക്കാനും പറ്റും.
അപ്പോൾ കുറേ നമുക്ക് വേണ്ടാത്ത സാധനങ്ങൾക്ക് ഇപ്പം കുറേ സ്പേസും അങ്ങനെ കിട്ടും. ഇനി നമ്മൾ ചെയ്യുന്നത് വാഷ് ബേസ് ആണ് കേട്ടോ. ഈ ക്ലീനിങ് സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് വാഷ് ബേസ് ഒക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതേമുണ്ട് നല്ല സ്മെല്ലുള്ളതുകൊണ്ട് വാഷ് ബേസൊക്കെ നമുക്ക് നല്ലോണം ഇത് വെച്ച് ക്ലീൻ, അതിൻ്റെ ടൈലും അതുപോലെ ആ മിററൊക്കെ ഒന്ന് ഞാൻ ഇത് വെച്ച് തന്നെ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. മിറർ അതുപോലെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി നമുക്ക് വേറൊരു കാര്യം ചെയ്യാൻ പറ്റൂട്ടോ. അതെന്താണെന്ന് ഞാൻ കാണിക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ വാഷ് ബേസൊക്കെ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് വാതിൽ ഇതുപോലെ തന്നെ അതിൻ്റെ സൈഡ് സ്ക്വയർ ടൈപ്പിൽ അവിടെയൊക്കെ പൊടി പിടിച്ചിരിക്കാറുണ്ട് കേട്ടോ. ഞാൻ വാതിൽ ഇതുപോലെ കുറച്ചായതോളെല്ലാം ഒന്ന് തുടച്ചെടുത്തിട്ട് അപ്പം അങ്ങനെ അതിൻ്റെ ഫ്രണ്ട് ഭാഗവും ബാക്ക് വശമൊക്കെ നല്ലോണം ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് എടുത്ത് സെറ്റാക്കി. അതേപോലെ വാതിൽ കട്ടിൽ ഒക്കെ ഞാൻ നല്ലോണം ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചിലപ്പോൾ ഈ തുരുമ്പ് പോലത്തെ വല്ല കറകൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹാർപ്പിക്കില്ലേ, അത് കുറച്ച് സമയം ഇങ്ങനെ ഒഴിച്ച് വെച്ചിട്ട് നമ്മൾ ആ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഉരച്ചു കൊടുത്തിട്ട് ഒന്ന് തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് പോയി കിട്ടും. പിന്നെ അതുപോലെ നമ്മളെ ക്ലോക്ക് അടിഭാഗമൊക്കെ നല്ലോണം പൊടി പിടിച്ചിരിക്കും അല്ലേ, അതുപോലെ തന്നെ ഞാൻ നമ്മുടെ ഫോട്ടോ അല്ല ദൈവത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ട് അതൊക്കെ ഒന്ന് എടുത്ത് തുടച്ചു കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ചുക്ലി വലയൊക്കെ തട്ടി കൊടുത്തു. ഇങ്ങനത്തെ കുറച്ച് ക്ലീനിങ്ങിന് കുറച്ച് സംഭവങ്ങളുണ്ടെങ്കിൽ ഇതിങ്ങനെ നമുക്ക് നല്ല ചെറുതാക്കി ആക്കാൻ പറ്റും, വലുതാക്കി ആക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ചുക്ലി വലയും ഒക്കെ ഒന്ന് നല്ലോണം ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മിറർ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി നമുക്കൊരു ട്രിക്ക് ചെയ്യാൻ പറ്റുന്ന, ആദ്യം തന്നെ ഞാൻ ക്ലീനിങ് സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്തിട്ട് പേപ്പർ ഇങ്ങനെ മടക്കിയിട്ടൊന്ന് നന്നായിട്ടൊന്നിങ്ങനെ നമ്മൾ തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ മിറർ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂട്ടെ. ഈ ഗ്ലാസ്സിന് സംഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ടിപ്പുകളും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ ആരും മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മൾ ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോയും കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ലോങ് വീഡിയോ വരുന്ന 3 മണിക്കും ഷോർട്ട് വീഡിയോ വരുന്ന ഉച്ചയ്ക്ക് 12 മണിക്കും വൈകുന്നേരം 7:30 8:30 ആണ്. അതുപോലെ തന്നെ പുതിയതായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇതുപോലെ ഉപകാരപ്പെട്ട വീഡിയോ ആയിട്ട് നമുക്ക് വരും ദിവസം